കാതറിൻ മാൻസ്ഫീൽഡ് എഴുതി 1918 പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ബ്ലെസ്. കാതറിൻ മാൻസ്ഫീൽഡ് ഒരു മോഡേണിസ്റ്റ് റൈറ്ററാണ്. സോ കുറച്ച് മോഡേണിസ്റ്റ് എലമെൻറ്റ്സ് ഈ ഷോർട്ട് സ്റ്റോറിയിലും കാണാൻ സാധിക്കും. അതായത് ഈ ഷോർട്ട് സ്റ്റോറിയിൽ ബ്ലാങ്ക് നെറേറ്റീവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റാർട്ടിങ്ങോ മിഡിലോ എൻഡിങ്ങോ ഒന്നും ഇല്ലാതെ നോൺ സീക്വൻഷ്യലായിട്ട്, ഇതൊരു സീനിൽ നിന്ന് മറ്റൊരു സീനിലോട്ട് യാതൊരു കണക്ഷൻ ഇല്ലാതെ, ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ഫോം ഇല്ലാതെ, അതായത് കഥയ്ക്കൊരു പൂർണ്ണമായ തുടർച്ചയില്ലാതെ പെട്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു തുടക്കമോ ഒരു അവസാനമോ ഒരു നടുഭാഗമോ ഒന്നും ഇല്ലാതെ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയൊക്കെയോ പറയുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് ബ്ലാങ്ക് നാറേറ്റീവ്. കൂടാതെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ പ്രധാന കഥാപാത്രമായ ബെർത്തയുടെ തോട്ട്സിലൂടെയാണ് ഈ ഷോർട്ട് സ്റ്റോറി മുൻപോട്ട് പോകുന്നത്. ഇതിൽ ബെർത്തയുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റഡ് ആണ്. അതായത് തോട്ട്സിന് ഒരു തുടർച്ചയില്ല. സോ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഒത്തിരി ഫ്രീ ഇൻഡയറക്റ്റ് സ്പീച്ചസും അബ്രപ്റ്റ് എൻഡിങ്സും ഒക്കെ നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയിൽ കാണാൻ സാധിക്കും. ഈ ഷോർട്ട് സ്റ്റോറിയിൽ അബ്രപ്റ്റ് എൻഡിങ് ഉണ്ട് എന്ന് പറയാൻ തന്നെ കാരണം, ഈ ഷോർട്ട് സ്റ്റോറി അവസാനിക്കുന്നത് ഈ സ്റ്റോറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലെത്തുമ്പോൾ പെട്ടെന്ന് അവസാനിക്കുകയാണ്. അതായത് ഒരു ഹാർട്ട് സിറ്റുവേഷനിലെത്തുമ്പോൾ പെട്ടെന്ന് നിന്നു പോകുന്നു. സോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നത് വായനക്കാരനെ അപേക്ഷിച്ചിരിക്കും. അതായത് വായനക്കാരൻ്റെ ചിന്തകളെ അപേക്ഷിച്ചിരിക്കും. അതായത് നമ്മൾക്ക് ചിന്തിക്കാൻ പിന്നീട് എന്താ സംഭവിച്ചതെന്ന്. അതായത് സ്റ്റോറി പൂർണ്ണമാവുന്നില്ല, അതൊരു പെട്ടെന്ന് ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷനിലെത്തുമ്പോൾ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ മാൻസ്ഫീൽഡ് ഈ ക്യാരക്ടറുടെ സൈക്കോളജിക്കൽ ഇമോഷണൽ ആയിട്ടുള്ള സൈഡിനേക്കാണ് നോക്കുന്നത്. അതായത് ഏതൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള സൈഡ്സിലൂടെയാണ്, ലെവൽസിലൂടെയാണ്, ആസ്പെക്ട്സിലൂടെയാണ് കഥാപാത്രങ്ങൾ കടന്നു പോകുന്നത്, പ്രധാനമായും പ്രധാന കഥാപാത്രമായ ബെർത്ത കടന്നു പോകുന്നത് എന്നാണ് മാൻസ്ഫീൽഡ് നോക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു സമയം, അതായത് പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റിലാണ് ഈ ഷോർട്ട് സ്റ്റോറി എഴുതപ്പെട്ടത്. ഈ ഒരു സമയത്ത് റൈറ്റേഴ്സ് പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് ഈ വാർ വഴി ഉണ്ടായ അട്രോസിറ്റീസും അതിനുശേഷം ഉണ്ടായ മോഡേൺ സൊസൈറ്റിയും ഒക്കെ, അതായത് യുദ്ധം വിതച്ച പ്രശ്നങ്ങളെക്കുറിച്ചും അവർ നൽകിയ രക്തം കുതിർന്ന അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നതോടൊപ്പം ഈ വാറിന് ശേഷം ഉണ്ടാകുന്ന മോഡേൺ സൊസൈറ്റി, അതിനെക്കുറിച്ചുള്ള ഡിസൊല്യൂഷൻമെൻറ്റും ഒക്കെയാണ് ഇതിലെ പ്രധാന തീംസായിട്ട് പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം റൈറ്റേഴ്സ് ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഈ ബ്ലിസ്സും ഒരു പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ഉണ്ടായ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. സോ ഒപ്പം ഈ ഇത്തരം തീംസിൽ ഫോക്കസ് ചെയ്തു എന്നതിലുപരിയായിട്ട് റൈറ്റേഴ്സ് ആ സമയത്ത് ന്യൂ ടെക്നിക്സ്, ന്യൂ സ്റ്റൈൽസ്, ന്യൂ സിൻറ്റാക്സ്, ന്യൂ ട്രെൻഡ്സ് ഒക്കെ ഇൻവെൻറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്സും അബ്രപ്റ്റ് എൻഡിങ്സും ഫ്രീ ഇൻഡയറക്റ്റ് സ്പീച്ചസും ഒക്കെ ഇവർ ഫോക്കസ് ചെയ്തിരുന്നു. സോ നമുക്ക് പറയാം, അപ്പം ഈ പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം എഴുതപ്പെട്ട ഒരു ഷോർട്ട് സ്റ്റോറി ബ്ലിസ്സും അതിൽ പെടുന്നതായതുകൊണ്ട് തന്നെ മാൻസ്ഫീൽഡും സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്സും അബ്രപ്റ്റ് എൻഡിങ്സും ഫ്രീ ഇൻഡയറക്റ്റ് സ്പീച്ചസും ഒക്കെ ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. ഷോർട്ട് സ്റ്റോറിയിലോട്ട് കിടന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബ്ലിസ് ഒരു ബെർത്ത യങ് എന്ന് പറയുന്ന 30 വയസ്സുകാരിയായ ഒരു കുടുംബിനിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഭർത്താവിൻ്റെ പേര് ഹാരി എന്നാണ്. പിന്നീട് ഒരു ലിറ്റിൽ ബി എന്ന പേരായ ഒരു പെൺകുട്ടിയുമുണ്ട്. അവരുടെ ഒരു ഹാപ്പി മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സോ നമുക്ക് ഷോർട്ട് സ്റ്റോറിയിലോട്ട് ഡയറക്റ്റ് ആയി നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റോറി ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾതോ ബെർത്ത യങ് വാസ് 30, she still had moments like this, when she wanted to run instead of walk, to take dancing steps on and off the pavement, to bowl a hoop, to throw something up in the air and catch it again, or to stand still and laugh at nothing simply. What can you do if you are 30 and turning the corner of your own street, you are overcome suddenly by a feeling of bliss, absolute bliss, as though you had suddenly swallowed a bright piece of that late afternoon sun, and it burned in your bosom, sending out a little shower of sparks into every particle, into every finger and toe. Oh, is there no way you can express it without being drunk and disorderly? How idiotic civilization is! Why be given a body if you have to keep it shut up in a case like a rare fiddle? No, that about that fiddle is not quite what I mean, she thought, running up the steps and feeling in her bag for the key. She had forgotten it, as usual,
and rattling the letterbox. That's not what I mean, because thank you, Mary. She went into the hall. Is nurse back? So, സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കാണുന്നത് ബെർത്തയുടെ ഒരു മാനസികാവസ്ഥയാണ്. അതായത് ബെർത്തയ്ക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ബെർത്ത നടക്കുവാണ്, പക്ഷെ നടക്കുന്നതിന് പകരം ബെർത്തയ്ക്ക് ഓടണമെന്നാണ് താല്പര്യം. ആ പേയ്മെൻറ്റിലൂടെ ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, വെറുതെ ചിരിക്കണമെന്ന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഒരു 30 വയസ്സുകാരിൽ നിന്ന് സൊസൈറ്റി ഇതൊന്നും അല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ സോഷ്യൽ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ഒക്കെ ബെർത്ത ആഗ്രഹിക്കുന്നതിൽ നിന്നൊക്കെ തടയുന്നുണ്ട്. ബെർത്തയ്ക്ക് ബെർത്തയുടെ ബോഡി കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അതൊന്നും ബെർത്തയ്ക്ക് സാധിക്കുന്നില്ല. സോ നമുക്ക് അറിയാം, ഒരു 30 വയസ്സുകാരി, അതായത് 30-ലെത്തിയപ്പം ഏജ് അല്ലെങ്കിൽ വിമൺ എന്ന ആ ഒരു ടാഗൊക്കെ എപ്രകാരമാണ് ബെർത്തയെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ബെർത്തയെ തടയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് മനസ്സിലാക്കാം, അപ്പം ബെർത്ത വീട്ടിലോട്ട് വരികയാണ്. ബെർത്ത ചോദിക്കുന്നുണ്ട് നേഴ്സ് എത്തിയോ എന്ന്. സോ ലൈക്ക് നമുക്ക് കാണാൻ സാധിക്കും നേഴ്സ് എത്തിയോ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ. സോ നമുക്ക് പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, nurse sat at a low table giving little bee her supper after her bath. The baby had on a white flannel gown and a blue woolen jacket, and her dark fine hair was brushed up into a funny little peak. She looked up when she saw her mother and began to jump. "Now, my lovely, eat it up like a good girl," said nurse, setting her lips in a way that Bertha knew, and that means she had come into the nursery at another wrong moment. "Has she been good, Nanny?" "She's been a little sweet all the afternoon," whispered Nanny. "We went to the park and I sat down on a chair and took her out of the pram, and a big dog came along put its head on my knee, and she clutched its ear, tugged it. Oh, you should have seen her." Bertha wanted to ask if it wasn't rather dangerous to let her clutch at a strange dog's ear, but she did not dare to. She stood watching them, her hands by her side, like the poor little girl in front of the rich girl with the doll. The baby looked up at her again, stared, and then smiled so charmingly that Bertha couldn't help crying. "Oh, Nanny, do let me finish giving her supper while you put the bath things away." "Well, ma'am, she ought not to be changed hands while she is eating," said Nanny, still whispering. "It unsettles her. It's very likely to upset her." "How upset it was? Why have a baby if it has to be kept not in a case like a rare fiddle, but in another woman's arms?" "Oh, I must," said she. Very offended, Nanny handed her over. സോ നമുക്ക് ഈ സീനിലൊക്കെ കാണാൻ സാധിക്കും, ഈ നാനി എന്ന് പറയുന്ന ഈ ലിറ്റിൽ ബിയെ നോക്കാൻ ഏൽപ്പിച്ച നേഴ്സ് ലിറ്റിൽ ബിയെ അതിൻ്റെ അമ്മയായ ബെർത്തയ്ക്ക് കൈമാറുന്നില്ല, പകരം ഞാനിങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ്. അതായത് ബെർത്തയ്ക്ക്, സോ നമുക്കിതിന് ഒത്തിരി മീനിങ്സ് കണക്കാക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ബെർത്തയ്ക്ക് ഈ ഒരു കുട്ടിയെ നോക്കുക എന്നൊരു, അല്ലെങ്കിൽ കുട്ടിക്ക് ചെറിയ ജോലിയായി ഫീഡ് ചെയ്യിക്കുക എന്നൊരു, ഐ മീൻ ഈ നേഴ്സാണ് ബാക്കി കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ബെർത്ത ചോദിക്കുന്നുണ്ട് ഞാൻ ഫുഡ് കൊടുത്തോട്ടെ എന്ന്. പക്ഷെ അതുപോലെ ചെയ്യാനുള്ള ഡ്യൂട്ടി ഏറ്റെടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് ചിലപ്പം നാനി വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ നാനി കരുതുന്നുണ്ടാവും ബീയിങ് ആസ് എ അപ്പർ മിഡിൽ ക്ലാസ് വുമൺ, ആസ് എ റിച്ച്, സോ ഇതൊന്നും ബെർത്തയുടെ ജോബല്ല, ഇത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന് നാനി വിചാരിക്കുന്നുണ്ടാവും. എനിവേ ബെർത്തയ്ക്ക് കുട്ടിയെ കൊടുക്കണില്ല. സോ നമുക്കിവിടെ സ്റ്റാറ്റസ് ഓഫ് വിമനൊക്കെ ആയിട്ട് വായിക്കാൻ പറ്റും. അതായത് ബെർത്ത ഒരു ടോയ്, ലൈക്ക് ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ വീക്കായ ഒരാളായിട്ട് ചിലപ്പോൾ നാനി കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റി അത്രയും കാഴ്ചപ്പാടുകൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കാൻ പറ്റും. സോ പിന്നീട് നമ്മൾ കാണുന്നത് അവരൊരു ഡിന്നർ പാർട്ടി നടക്കാൻ പോവുകയാണ്. സോ ഡിന്നർ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് അതിഥികളെ ഒക്കെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിഥികൾ ആരൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, എഡി വാരൻ, മിസസ് നൈറ്റ്, മിസ്റ്റർ നോർമൻ നൈറ്റ്. സോ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ഈ ഒരു സിംഗിൾ ഈവനിങ്ങിലാണ് നടക്കുന്നത്. സോ നമുക്ക് കാണാൻ സാധിക്കും ഈ ബർത്ത്ഡേക്ക് കുറച്ച് കാര്യങ്ങൾ ബ്ലിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ജോയ് നൽകുന്നുണ്ട്. അതായത് ഈ ഡിന്നർ പാർട്ടിക്ക് ഇവർ വരുമ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം ഡെക്കർ ചെയ്യുന്നത് ബർത്ത്ഡേക്ക് ഒരു കൈൻഡ് ഓഫ് ബ്ലിസ് നൽകുന്നുണ്ട്. കുട്ടിയെ ലിറ്റിൽ ബിയെ പാമ്പർ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് ബ്ലിസ് നൽകുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് പേൾ ഫെൽട്ടൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ഇടയ്ക്ക്
കണ്ടുമുട്ടിയൊരു സ്ത്രീയാണ്. ആ സ്ത്രീയെ കാണുന്നത്, ആ കൂടിക്കാഴ്ച, സ്ത്രീ ഈവനിങ് ഡിന്നർ പാർട്ടിക്ക് വരുമെന്നുള്ള ചിന്തയൊക്കെ ബർത്തയ്ക്ക് വല്ലാത്തൊരു ബ്ലിസ് കൊടുക്കുകയാണ്. സോ നമുക്ക് കരുതാം ഈ ജോയ് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പാണോ, അതിലുപരി എന്തെങ്കിലും സെക്ഷുവൽ ഡിസയേഴ്സ് ഉണ്ടോ നമുക്ക് സംശയിക്കാം. പോരാത്തത് ഇത് കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ ഷോർട്ട് സ്റ്റോറി ആയതുകൊണ്ട് നമുക്കിവിടെ കാതറിൻ മാൻസ്ഫീൽഡ് തന്നെ കുറച്ച് ബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ്, അതായത് കാതറിൻ മാൻസ്ഫീൽഡ് ഒരു ബൈസെക്ഷൽ ആയിരുന്നു. പുള്ളിക്കാരിയുടെ ലവ് ലൈഫ് അല്ലെങ്കിൽ ലൈക്ക് ഫാമിലി ലൈഫൊക്കെ ഇതിൽ ബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് നമുക്ക് കാണിക്കാൻ പറ്റും. സോ കൈൻഡ് ഓഫ് ബർത്തയുടെ ബൈസെക്ഷുവാലിറ്റി ആണോ ഇവിടെ പോർട്രേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഡൗട്ട് ചെയ്യാം. സോ കൂടാതെ നമുക്ക് കാണാൻ സാധിക്കും ഇവരൊരു മോഡേൺ ഫാമിലി ആയതിനാൽ തന്നെ, അല്ലെങ്കിൽ ഒരു സൂപ്പർഫിഷ്യൽ ഷാലോ അങ്ങനത്തെ ഒരു മോഡേൺ ഫാമിലി, അതായത് ഉള്ളിലൊന്നുമില്ല, പുറമേ കാണിച്ചു കൂട്ടുന്ന രീതിയിലുള്ളൊരു മോഡേണിസ്റ്റ് അല്ലെങ്കിൽ മോഡേണിസ്റ്റിക് തോട്ട്സ് അല്ലെങ്കിൽ ഒരു ആസ്പെക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ബർത്തയും ബർത്തയുടെ ഹസ്ബൻഡ് ഹാരിയുമായിട്ട് വലിയൊരു ഹെൽത്തി സെക്ഷുവൽ ലൈഫൊന്നുമില്ല. പകരം അവർ കരുതുന്നത് വി ആർ ഗുഡ് പാൽസ്, അതായത് ജസ്റ്റ് ആസ് ഫ്രണ്ട്സ് എന്നാണ് അവരവരുടെ മാരിറ്റൽ ലൈഫിനെ തന്നെ വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ബർത്തയുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ വിൻഡോ എന്ന് നോക്കുമ്പോൾ പുറത്ത് കാണുന്ന ഒരു പേട്രി ഉണ്ട്. സോ ഈ പേട്രി എന്ന് പറയുമ്പോൾ ബർത്ത കാണുന്നത് അത് ബർത്തയുടെ ലൈഫിൻ്റെ ഒരു സിമ്പിളാണെന്നാണ്. The windows of the drawing room open onto a balcony overlooking the garden. At the far end, against the wall, there was a tall, slender pear tree in fullest, richest bloom. It stood perfect, as though becalmed against the jade green sky. Bertha couldn't help feeling, even from this distance, that it had not a single bud or a faded petal. Down below, in the garden beds, the red and yellow tulips, heavy with flowers, seemed to lean upon the dusk. A grey cat, waggling its belly, crept across the lawn, and a black one, its shadow, trailed after. The sight of them, so intent and so cute, gave Bertha a curious shiver. "What creepy things cats are," she stammered, and she turned away from the window and began walking up and down. സോ ബർത്ത ആ പേട്രി നോക്കി പേട്രിയുടെ ബ്ലൗസമൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്രേയും ഒരു ഡാർക്കും കളറുള്ള 2 പൂച്ചകൾ വരികയും ആ പൂച്ചകൾ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ബർത്തയ്ക്ക് ഒരുമാതിരി നെഗറ്റിവിറ്റി ഫീൽ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ ഡിന്നർ പാർട്ടി നടക്കുന്ന കാണാൻ സാധിക്കും. ഹാരി വന്നു, ഒപ്പം വിളിച്ച എല്ലാ അതിഥികളും വന്നു. അവസാനമായി പേൾ ഫെൽട്ടണും വന്നു. ഈ പേൾ ഫെൽട്ടൺ വന്ന സമയത്ത് ഹാരി പേളിനെ അത്രമാത്രം അപ്രീഷിയേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഈവൻ ദോ പേൾ ഈസ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഓർ ഒരു നല്ല സ്ത്രീയാണ് എന്ന രീതിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഹാരി പേളിനെ അത്ര വലിയ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. പകരം ഒത്തിരി ഡിസ്ലൈക്കിങ് കൊമൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബർത്തയും പേളും കൂടെ ഒരുമിച്ച് നിന്ന് അവർ രണ്ടുപേരും കൂടെ പേട്രിയിൽ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് രണ്ടുപേരും കൂടെ പേട്രിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പേട്രിയുടെ ആ ഒരു വ്യൂ ആസ്വദിക്കുന്നുണ്ട്. They together went to see Petri and enjoyed the view of Pearl. സോ നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സെൻറ്റൻസ്, അതായത് "And the 2 women stood side by side looking at the slender flowering tree. Although it was so still it seemed like the flame of a candle to stretch up, to point, to quiver in the bright air, to grow taller and taller as they gazed, almost to touch the rim of the round silver moon. How long did they stand there, both, as it were, caught in the circle of unearthly light, understanding each other perfectly, creatures of another world, and wondering what they were to do in this one, with all this blissful treasure that burned in their bosoms and dropped in silver flowers from their hair and hands." അതായത് അവർ പേളും ബർത്തയും ഒരുമിച്ചിരുന്ന് ആ വിൻഡോയിലൂടെ ആ പേട്രിയുടെ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. സോ ബർത്ത കരുതുന്നുണ്ട് അതായത് രണ്ടുപേർക്കും ഒരേപോലത്തെ ഒരു ബ്ലിസ്സാണ്, ഒരേപോലത്തെ ജോയാണ് ലഭിക്കുന്നത്. ബർത്തയ്ക്ക് പേളിനോടുള്ള പോലെ തന്നെ പേളിനും എന്തോ ഒരു ഇൻവിൻസിബിൾ ബോണ്ട് അല്ലെങ്കിൽ ഇൻവിൻസിബിൾ അട്രാക്ഷൻ പേളിനും ബർത്തയോടുണ്ടെന്നൊക്കെ കരുതുന്നു. സോ അവർ ആ വ്യൂ എൻജോയ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീടുള്ള ഡിന്നർ പാർട്ടിയിലോട്ട് പോകുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു എട്ടി വാരൻ അങ്ങനെ ഒത്തിരി പേർ ഒത്തിരി ഡയലോഗ്സും കോൺവെർസേഷൻസും കൊമൻസൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അറ്റ് എ വെരി എൻഡ് ഓഫ് ദി ഷോർട്ട് സ്റ്റോറി അതുവരെ ബർത്ത കരുതിയിരുന്ന ബർത്തയുടെ ബ്ലിസ്ഫുൾ ലൈഫിൻ്റെ ചിത്രമേ അങ്ങ് മാറുകയാണ്. ബർത്ത കണ്ടുപിടിക്കുകയാണ് ബർത്തയുടെ ഹസ്ബൻഡായ ഹാരിയും പേളും തമ്മിലൊരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അതായത് ബർത്ത മനസ്സിലാക്കുന്നു, ബർത്ത കരുതിയിരുന്നത് പേളും ബർത്തയ്ക്ക് തമ്മിൽ എന്തോ ഒരു ഇൻവിസിബിൾ ബോണ്ട് ഉണ്ട്, ബർത്തയ്ക്ക് പേളിനോടുള്ള പോലൊരു സെക്ഷൽ അട്രാക്ഷൻ
പേളിനും തിരികെ ഉണ്ടെന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷേ ബെർത്തയുടെ ചിന്തകളേക്ക് അധീനമായി ബെർത്ത കാണുന്നു പേളും ഹാരിയും തമ്മിലൊരു റിലേഷൻഷിപ്പിലാണെന്ന്. അതായത് അതുവരെ ബെർത്ത കരുതിക്കൊണ്ടിരുന്നത് ബെർത്തയ്ക്ക് നല്ലൊരു ഹസ്ബൻഡ് ഉണ്ട്, നല്ലൊരു കുട്ടിയുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും സൊസൈറ്റി ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഹാപ്പി മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലൈഫ്, ഒരു മിഡിൽ ക്ലാസ് ലൈഫ്, എവറിത്തിങ് ഇസ് ഫുൾഫിൽഡ് ദർ എന്നാണ്. പക്ഷെ പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ ചീറ്റിങ്ങിലൂടെ ബെർത്ത മനസ്സിലാക്കുകയാണ് എല്ലാം പഴയതുപോലെ അല്ല, പകരം തൻ്റെ ഹസ്ബൻഡിന് താനുമായുള്ള മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അത്ര വലിയ ഹാപ്പിനെസ് ഇല്ല, മറ്റൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്, അതും പേളുമായിട്ട്. പേൾ എന്ന് പറയുന്നത് ബെർത്ത അതുവരെ കരുതിക്കൊണ്ടിരുന്ന താനുമായി വളരെ സിമിലാരിറ്റിയുള്ള, തനിക്ക് ഒത്തിരി അട്രാക്ഷനുള്ള ഒരു വ്യക്തിയാണ്. പേളുമായിട്ട് തന്നെ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ബെർത്ത മനസ്സിലാക്കുകയും അത് ബെർത്തയുടെ എല്ലാ തോട്ട്സിനെയും അതുവരെ കണ്ട എല്ലാ ഡ്രീംസിനെയും എല്ലാ സെൻസ് ഓഫ് ബ്ലിസ്സിനെയും ജോയിനെയൊക്കെ തകർക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഷോർട്ട് സ്റ്റോറിയിലോട്ട് നോക്കി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒത്തിരി തീംസ് ഉണ്ട്. അതിലൊരു മേജർ ഇമ്പോർട്ടൻറ്റ് തീമാണ് മോഡേണിറ്റി. അതായത് ഒരു മോഡേണിസ്റ്റ് റൈറ്ററാണ് കാതറിൻ മാൻസ്ഫീൽഡ്. സോ ഈ ഷോർട്ട് സ്റ്റോറിയിൽ മോഡേണിറ്റിയുടെ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മെയിൻ ക്യാരക്ടറായി ബെർത്ത കരുതിക്കൊണ്ടിരിക്കുന്നത് ബെർത്തയുടെ ലൈഫ് എല്ലാ രീതിയിലും മോഡേണിസ്റ്റ് ആണെന്നാണ്. അതായത് ബെർത്ത ഷോർട്ട് സ്റ്റോറിയിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എനിക്കുള്ള ഫ്രണ്ട്സ് എല്ലാം അൺഓർത്തഡോക്സ് ആണ്, അൺകൺവെക്ഷനാലും മോഡേൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് തൻ്റെ ഫ്രണ്ട്സും തൻ്റെ മാരിറ്റൽ റിലേഷൻഷിപ്പും എല്ലാം മോഡേൺ ആണ് എന്നാണ് ബെർത്ത വിശ്വസിക്കുന്നത്. സോ പക്ഷേ ഇവിടെ മോഡേൺ ആണെന്ന് ബെർത്ത വിശ്വസിക്കുന്നുണ്ടെങ്കിലും ബെർത്ത അവിടെയെല്ലാം ഷാലോ, സൂപ്പർഫിഷ്യൽ, ഡിസോണസ്റ്റ് തിങ്സിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ബെർത്ത കരുതുന്നുണ്ട് താനും ഹാരിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോഡേൺ ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഗുഡ് പാൽസ് ആയത്, അതായത് വളരെ നല്ല സുഹൃത്തുക്കളായത്, മോർ ദാൻ ഹാവിങ് എ സെക്ഷുവൽ ലൈഫ്. പക്ഷേ അത് പിന്നീട് ഹാരിയുടെ ചീറ്റിങ്ങിലൂടെ ബെർത്ത മനസ്സിലാക്കുന്നു ആ ഒരു ആസ്പെക്ട്സ് ഓഫ് മോഡേണിറ്റി ഇൻ ഹർ മാരിറ്റൽ റിലേഷൻഷിപ്പ് വാസ് ഡിസോണസ്റ്റ്, അതൊരു സത്യസന്ധത ഇല്ലാത്തതായിരുന്നു എന്ന് ബെർത്ത മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ഈ ഡിന്നർ പാർട്ടി നടക്കുന്ന സമയത്തും അതിൽ ബെർത്തയുടെ ഒരു സുഹൃത്ത് ചില സോങ്സൊക്കെ, അതായത് പോംസൊക്കെ പാടുന്നുണ്ട്. അതായത് മങ്കീസും ബനാനാസും ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട്. ഇതൊക്കെ ഒരു മോഡേണിസ്റ്റ് പോമായിട്ടാണ് പുള്ളി പാടുന്നതെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ലൈക്ക് നോൺസെൻസ് ആണ്, അതായത് ഒരു സെൻസും ഇല്ലാത്ത കോൺവെർസേഷനാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബെർത്ത ഒപ്പം ബെർത്തയുടെ ഭർത്താവിനോടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്കറിയാം മോഡേണിസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ മകളോടുള്ള ഒരു റിലേഷൻഷിപ്പും മോഡേൺ ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു മോഡേൺ മോം എന്ന കോൺസെപ്റ്റിൽ തൻ്റെ മകളോട് ചിലവഴിക്കേണ്ട അത്രയും സമയം ചിലവഴിക്കാതെ വളരെ കുറച്ച് സമയം മാത്രമേ ചിലവഴിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ബെർത്ത മാത്രമല്ല ഹാരിയും ഒരു മോഡേൺ മാരിറ്റൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഇവിടെ മോഡേൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വേ അല്ല കേട്ടോ, അതൊരു നെഗറ്റീവ് സെൻസിലാണ് ഇവിടെ കാണിക്കുന്നത്, ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഫുൾ കാണിക്കുന്നത്. അതായത് ഹാരി ഒരു മോഡേൺ ലൈക്ക് ഫാമിലി റിലേഷൻഷിപ്പാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ലൈക്ക് ബെർത്തയായിട്ടുള്ള സെക്ഷുവൽ ലൈഫിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് പേളുമായിട്ട് മറ്റൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. പിന്നെ ഷോർട്ട് സ്റ്റോറിയിൽ എവിടെയും നമ്മൾ ലിറ്റിൽ ബീനെ, അതായത് തൻ്റെ മകളെ ഹാരി പാമ്പർ ചെയ്യുന്നൊന്നും കാണാൻ സാധിക്കില്ല. സോ മകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു മോഡേൺ ആയിട്ടാണ് ഹാരി കണ്ടത്. So for the sake of being modern, both the parents ended up in a shallow family life without true affection and unconditional love. So ഒരു മോഡേൺ ആവേണ്ടതിന് വേണ്ടി ഒരു സ്നേഹവും അൺകണ്ടീഷണൽ ആയിട്ടുള്ള യാതൊരു ബൗണ്ടറീസും ഇല്ലാത്ത സ്നേഹവും ഒന്നുമില്ലാതെ വളരെ ഷാലോ സൂപ്പർഫിഷ്യലായ, അതായത് പൊള്ളയായ ജീവിതമാണ് അവർ ഷെയർ ചെയ്തത്. സോ ഇവിടെ മോഡേണിറ്റി ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് അട്രിബ്യൂട്ടഡ് വിത്ത് നെഗറ്റീവ് സെൻസ് ഓർ പോയിൻറ്റ്, നോട്ട് ഇൻ എ പോസിറ്റീവ് വേ. ഓക്കെ, പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ് മാരേജ് ആൻഡ് സെക്ഷുവാലിറ്റി. ബിക്കോസ് ബെർത്ത എന്ന് പറയുന്ന കുടുംബിനിയായ അല്ലെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ ചുറ്റിപ്പറ്റിയാണ് ഈ ഷോർട്ട് സ്റ്റോറി മുഴുവൻ പോകുന്നത്. സോ മാരേജ് ആൻഡ് സെക്ഷുവാലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. കാരണം ബെർത്ത തുടക്കത്തിൽ, ഷോർട്ട് സ്റ്റോറിയുടെ തുടക്കത്തിൽ വിചാരിക്കുന്നത് ബെർത്ത ഒരു ഹാപ്പി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മാരിറ്റൽ റിലേഷൻഷിപ്പിലാണെന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഹസ്ബൻഡിൻ്റെ ചീറ്റിങ്ങുമെല്ലാം. അപ്പോൾ സെക്ഷുവാലിറ്റി നമുക്ക് ബെർത്തയുടെ ബൈസെക്ഷുവാലിറ്റി വിച്ച് റിലേറ്റഡ് വിത്ത് പേൾ ഫെൽറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഹാരിയുടെ ചീറ്റിംഗ് നമുക്ക് പറയാനൊക്കെ സാധിക്കും. പിന്നീട് അനദർ ഇമ്പോർട്ടൻറ്റ് തീം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ് പോർട്രയൽ ഓഫ് വിമൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് വിമൻ.
സോ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്ന് നമുക്ക് ബെർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ബെർത്ത ഒരു അപ്പർ മിഡിൽ ക്ലാസ് യുവതിയാണ്, അല്ലെങ്കിൽ ഒരു വിവാഹിതയായ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലോവർ അടിത്തട്ടിലുള്ള സ്ത്രീകളുടെ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി ഒരു പൊതുവെയുള്ള ധാരണ നമുക്ക് കാണാൻ സാധിക്കും. ബെർത്ത ഒരു 30 വയസ്സുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ ബെർത്തയ്ക്ക് ഒത്തിരി സോഷ്യൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബെർത്ത എപ്രകാരമുള്ള ബ്ലിസ്സാണ് സ്വയം ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ചത്, അത് മൊത്തത്തിൽ ആസ്വദിക്കാൻ ബെർത്തയ്ക്ക് സാധിച്ചിരുന്നില്ല. ബെർത്തയ്ക്ക് നടക്കണം എന്നതിന് പകരം ഓടണമെന്ന് ചില സമയത്ത് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒത്തിരി സോഷ്യൽ കൺസ്ട്രെയിൻസ്, ലിമിറ്റേഷൻസ് വഴി ബെർത്തയ്ക്ക് അതൊന്നും സാധിച്ചിരുന്നില്ല. അതിലുപരി ബെർത്തയ്ക്ക് ഒരു വിവാഹിതയായ സ്ത്രീയായി ജീവിക്കുക എന്നതിലുപരി മറ്റൊരു ഡ്യൂട്ടിയോ റെസ്പോൺസിബിലിറ്റിയോ ബെർത്തയിൽ ആട്രിബ്യൂട്ടഡ് ആയിരുന്നില്ല. അതായത് സ്വന്തം മകളെ പോലും മര്യാദയ്ക്ക് നോക്കാനുള്ള, സമയം ചിലവഴിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ബെർത്തയ്ക്ക് ലഭിച്ചിരുന്നില്ല. കാരണം ആ സമയത്ത് അത്യാവശ്യം പൈസയുള്ള സ്ത്രീകൾ ഇൻ്റലക്ച്വലിയും ഫിസിക്കലിയൊക്കെ വീക്കാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇത് ബെർത്ത വീടിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഡെക്കറേഷൻസൊക്കെ നോക്കി മാത്രം കഴിയാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. അതിലുപരി ഒരു ഇൻഡിപെൻഡൻസ് ഓഫ് ഫ്രീഡമോ ഒന്നും ആഗ്രഹിക്കാൻ സാധിച്ചിരുന്നില്ല. ഈവൻ ദോ ബെർത്തയുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സ്, അതല്ലെങ്കിൽ ബെർത്ത സെലക്ട് ചെയ്ത ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള അല്ലെങ്കിൽ അൺഓർത്തഡോക്സ് ആയ ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടിയും അന്നത്തെ സോഷ്യൽ കൺവെൻഷൻസ് ബെർത്തയെ ഒത്തിരിയേറെ രീതിയിൽ ലിമിറ്റ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ഹസ്ബൻഡിൻ്റെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തൊട്ട് മുൻപിൽ വെച്ച് കണ്ടെങ്കിൽ പോലും ബെർത്തയ്ക്ക് വീണ്ടും നല്ല രീതിയിൽ ഒന്നും പ്രതികരിക്കാനൊന്നും സാധിച്ചിരുന്നില്ല. സോ വോയിസ്ലെസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ബെർത്തയുടെ അബ്സർഡിറ്റി അല്ലെങ്കിൽ കയോട്ടിക്, അല്ലെങ്കിൽ ആ ഷോർട്ട് സ്റ്റോറിയിൽ മൊത്തമായി നമ്മൾ കാണുന്ന അൺസർട്ടൈൻ തോട്ട്സ് അല്ലെങ്കിൽ കയോട്ടിക് ലൈഫ് അല്ലെങ്കിൽ അബ്സർഡിറ്റിക്കൊക്കെ ഒരു സൊസൈറ്റിയുടെ ഫ്രസ്ട്രേഷൻസ് കാരണമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഷോർട്ട് സ്റ്റോറിയിലെ അനദർ ഇമ്പോർട്ടൻറ്റ് സിമ്പിൾസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സിമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പോയട്രി ഒരു ഇമ്പോർട്ടൻറ്റ് സിമ്പിളാണ്. കാരണം ഷോർട്ട് സ്റ്റോറിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ റോള് പോയട്രി തന്നെ വഹിക്കുന്നുണ്ട്. ബെർത്ത ആ പോയട്രിയെ നോക്കി സ്വന്തം ലൈഫിൻ്റെ സിമ്പിളാണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ബെർത്തയും പേളും ഒരുമിച്ചിരുന്ന ആ പോയട്രിയുടെ വ്യൂ കണ്ടപ്പോൾ അവർ തമ്മിൽ ഉള്ളൊരു കണക്ഷൻ സ്ട്രോങ് ആവുന്ന രീതിയിൽ ബെർത്തയ്ക്ക് ഫീൽ ചെയ്തു. സോ നമുക്ക് സെക്ഷുവാലിറ്റിയുമായിട്ട് ഡയറക്റ്റായിട്ട് പോയട്രീനെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബോട്ടണിക്കലി നോക്കുകയാണെങ്കിൽ പോയട്രി ഒരു ബൈസെക്ഷലാണ്. അതായത് പോയട്രി എന്ന മരത്തിൻ്റെ ഉള്ളിൽ തന്നെ മെയിലും ഫീമെയിലും ഓർഗൻസ് ഉണ്ട്. സോ അവർക്ക് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ബൈസെക്ഷുവാലിറ്റി ആയിട്ട് പോയട്രിയെ കണക്ട് ചെയ്യാം. ഈവൻ നമുക്ക് മറ്റൊരു വായനയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് സ്ത്രീകൾ, അതായത് പേളിനെയും ബെർത്തയെയും ഒരേപോലെ കണക്ട് ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹാരിയാണ്. സോ ഹാരി കാരണമാണ് രണ്ട് സ്ത്രീകളും കണക്റ്റഡ് ആയത്. സോ നമുക്ക് ഹാരി ആയിട്ടും ഡയറക്റ്റായിട്ട് ഈ പോയട്രിയെ കണക്ട് ചെയ്യാൻ പറ്റും. അനദർ ഇമ്പോർട്ടൻറ്റ് സിമ്പിളാണ് ക്യാറ്റ്സ്. സോ നമുക്ക് ഷോർട്ട് സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ബെർത്ത പോയട്രിയുടെ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്രേയും ബ്ലാക്കും കളറുള്ള രണ്ട് പൂച്ചകൾ വരികയും ആ വ്യൂവിനെ നശിപ്പിക്കുകയും ബെർത്തയ്ക്ക് ഒരു കൈൻഡ് ഓഫ് ഷിവർ നൽകുകയും ചെയ്തതായിട്ട്. സോ നമുക്ക് വേണമെങ്കിൽ രണ്ട് പൂച്ചകളെ ഡയറക്റ്റായിട്ട് ഹാരിയും പേളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഹാരിയും പേളും അവർ ഈ പൂച്ചകളെ പോലെ തന്നെ ഹൈഡ് ഒക്കെ ചെയ്ത് അവർ കിസ് ചെയ്യുകയും ആ വീട്ടിൽ വെച്ച് തന്നെ കിസ് ചെയ്യുകയും എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിലേക്ക് ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് പൂച്ചകളെ നമുക്ക് ഇവരായിട്ട് കണക്ട് ചെയ്യാം. ഈ രണ്ട് വ്യൂവും, അതായത് പോയട്രീൻ്റെ താഴെ കൂടെ ഗ്രേ ആൻഡ് ബ്ലാക്ക് ക്യാറ്റ്സ് പോയ വ്യൂവും അല്ലെങ്കിൽ ഈ ഹാരിയും പേളും കിസ് ചെയ്ത വ്യൂവും രണ്ടും ബെർത്തയ്ക്ക് ഒരേപോലത്തെ ഒരു ഷിവറാണ് നൽകിയത്. സോ നമുക്ക് ഈ പൂച്ചകളെ ഹാരിയും പേളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ടിങ്ങിൽ ബെർത്ത കരുതിയത് തനിക്ക് വളരെ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതമാണ് ഉള്ളതെന്ന് കരുതിയെങ്കിലും അവസാനമായപ്പോഴേക്കും ബെർത്ത മനസ്സിലാക്കുകയാണ് താൻ വിചാരിച്ച രീതിയിലുള്ള തൻ്റെ ഒരു ജീവിതമല്ല താൻ ഇപ്പോൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ബ്ലിസ് അല്ലെ സെൻസ് ഓഫ് ജോയ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഇവരുടെ, അതായത് പേളും ഹാരിയും തമ്മിലുള്ള കിസ്സിങ് സീൻ കണ്ട് ബെർത്ത വളരെ വല്ലാത്തൊരു രീതിയിൽ ഷിവറായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഞെട്ടിത്തരിച്ച് ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന അവസ്ഥയിൽ സ്റ്റോറി അബ്രപ്റ്റായിട്ട് എൻഡ് ചെയ്യുന്നു. സോ അബ്രപ്റ്റ് എൻഡിങ് എന്നൊരു മോഡേണിസ്റ്റ് ടെക്നിക്കും മാൻസ്ഫീൽഡ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ അവസാനത്തിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും.